പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കാനുള്ള പ്രമേയമടക്കം നിരവധി ബില്ലുകൾ സഭയിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതേസമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട് വി ശിവദാസൻ എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എ റഹീം എം പിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സിബി ചേരുകയാണ്. സിബി, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ ചേരുകയാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ട്. പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, ഇനി ഒരു മാസക്കാലം ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. എന്തായാലും ഷമ്മി പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾക്ക് ശേഷം, അതായത് പട്ടിക പരിഷ്കരണം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിരവധി സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷം ഇതെല്ലാം തന്നെയും കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ പഹൽഗാം സംഭവത്തിന് പറയുമ്പോൾ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാർലമെന്റിൽ കൃത്യമായ നിലപാട് നേരിട്ട് അറിയിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം ഈ ആവശ്യങ്ങളെല്ലാം തന്നെയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഈ ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ച, വോട്ടർ പട്ടിക പുനഃപരിശോധന, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ ദുരൂഹത, വിദേശ നയത്തിലെ ഗുരുതരമായ ചില കരാറുകൾ അടക്കമെല്ലാം തന്നെയും ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ പാർലമെന്റ് നിർണായകമാകുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമവുമായി സംസാരിക്കും. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. 10 മണി മോദി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് 11 മണിയോടെ പാർലമെന്റ് സെഷൻ ആരംഭിക്കുക. എന്തായാലും വിവിധ നോട്ടീസുകൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം 267 പ്രകാരം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഇപ്പോൾ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യസഭയിൽ വി ശിവദാസൻ എം പി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റു നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടും നോട്ടീസുകൾ എം പിമാർ നൽകിയിട്ടുണ്ട്. ലോക്സഭയിലേക്ക് വന്നാൽ ലോക്സഭയിൽ ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി പ്രതിപക്ഷ എം പിമാരും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ എ റഹീം എം പി ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അത് രാജ്യത്തെ തൊഴിലാളികളെയും സാധാരണക്കാരായ കർഷകരെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടുകൊണ്ട് ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, ഇതിലെ ഇന്ത്യയുടെ നീക്കമെല്ലാം നിലയും കാർഷിക മേഖലയെയും സാധാരണക്കാരെയും ചൂഷണം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹവും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം നിലയും വിവിധ നോട്ടീസുകൾ മറ്റു പ്രതിപക്ഷ എം പിമാരും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലെല്ലാം നിലയും ഇരു സഭകളിലെയും അധ്യക്ഷന്മാരുടെ ചർച്ച ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി നേരിട്ടെത്തി പാർലമെന്റിൽ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ഇതിൽ നിലപാട് അറിയിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്വാഭാവികമായും അതൊരു വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 21 വരെ നീളുന്ന ഈ ഒരു പാർലമെന്റ് സെഷൻ ഇന്നിപ്പോൾ 11 മണിയോടെ ആരംഭിക്കുകയും ചെയ്യും. ഷമ്മി, തീർച്ചയായും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ആദ്യം മുതൽ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അടിയന്തരമായി പാർലമെന്റ് വിളിച്ചു ചേർക്കണം, വിഷയം ചർച്ച ചെയ്യണം. അതിനുശേഷമാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഉണ്ടാകുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടും അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ ഒരു പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ലോക്സഭയിൽ. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള എന്തെങ്കിലും ഒരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ഷമ്മി, നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചകൾ ഉണ്ടായി എന്ന ഒരു വെളിപ്പെടുത്തൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ നടത്തുകയും അത് ഏറെ വിവാദമാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമില്ലാത്ത നിലയും വിശദീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ പാർലമെന്റ് സെക്ഷൻ ചേർന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും അത് പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷ സമ്മേളനത്തിൽ ആ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആണ് ഷമി പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ടും എന്താണ് അപകട കാരണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹത നീങ്ങിയിട്ടില്ല. ഇതെല്ലാം തന്നെയും ഇതിൽ വ്യക്തത വേണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതും പ്രതിപക്ഷത്തെയും ജനങ്ങളെയും ഈ വിവരങ്ങൾ കൃത്യമായി ധരിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ കടമയാണ്. അത് ഇതുവരെയും അവർ നടപ്പാക്കിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രി എത്തി നേരിട്ട് ഇതിന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളും ഇതിലെ കൃത്യമായ നിലപാടും അറിയിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകക്ഷി യോഗത്തിലും മാത്രമല്ല ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞ ഈ ശനിയാഴ്ച രാത്രി ഓൺലൈനായി മീറ്റിംഗ് വിളിക്കുകയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിപക്ഷ ഇന്ത്യ പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.